ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നീ ഞായറാഴ്ചയായിട്ട് എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും അടിച്ചു പൊളിച്ചോ ഞായറാഴ്ചയൊക്കെ? ഞങ്ങൾ ഇന്ന് എങ്ങും പോവില്ല കേട്ടോ. ഞങ്ങൾ എല്ലാ ഞായറാഴ്ച എങ്ങും പോകലൊന്നുമില്ല. ഇന്ന് കടയിൽ പോകണ്ട, എനിക്ക് ഞായറാഴ്ച അവധിയാണേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ കുറേ പേര് കൂട്ടുകാരൊക്കെ ആയി, പിന്നെ എന്താണ് ഞാനൊക്കെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചു. ഈ വീട് കാണിക്കുമ്പം ആരും ഒരിക്കലും ഇത് ദാരിദ്ര്യം കാണിക്കാനാണ് വീട് ചെയ്യുന്നതെന്നൊന്നും ആരും പറയരുത് കേട്ടോ. ഇതായിരുന്നു എൻ്റെ വീട്, കണ്ടോ? ഇതായിരുന്നു ഞങ്ങളുടെ കൊട്ടാരം. ഇതൊരു ഒറ്റ മുറിയാണേ. ഈ ഒരൊറ്റ മുറി മാത്രമേ നമ്മളിങ്ങനെ കട്ട കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനൊരു കട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനൊരു കട്ടിൽ, ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ ഒരു കട്ടിൽ, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിലൊരു കുഞ്ഞ് ടേബിൾ. എന്നിട്ട് അതിൽ പിള്ളേരുടെ പുസ്തകവും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കയറി വരുന്ന വാതിലിൻ്റെ ഇവിടെയായിട്ട് ഇവിടെ ഒരു മേശയിട്ടിട്ട് ഇവിടെയായിരുന്നു TV സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഈ പലക കാണുന്നില്ലേ, ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങോട്ടൊരു പലക ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട്, ഇത് കണ്ടോ? ഇങ്ങനൊരു പലക വലിച്ചിങ്ങനെ കെട്ടിയിട്ട് അതിലായിരുന്നു അവരുടെ പഴയ പുസ്തകങ്ങളും സാധനങ്ങളും എല്ലാം വെച്ചിരുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചേർത്ത് ഈ സൈഡിൽ ഇങ്ങനെ ചേർത്തൊരു കട്ടിലിട്ടിട്ട്, അപ്പോൾ ഇവിടെ കുറേ സ്ഥലം വരുമല്ലോ. അപ്പം ഇവിടെ ഒരലമാര വെച്ചു, ഇവിടെ ഒരലമാര വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ, അപ്പോൾ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കുറേ ആക്രി സാധനങ്ങളെല്ലാം കൂടെ വാരി വെച്ചേക്കുമായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ കൊട്ടാരം. കാരണം ഇത് ദാരിദ്ര്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരു 5-6 വർഷത്തെ, 4-5 വർഷത്തെ വാടക ജീവിതത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞപ്പം ശരിക്കും ഈ ഒരു വീട്ടിലേക്ക് വരാൻ നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ചു എന്നറിയാം. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത്, അതിലേക്കൊന്ന് വരാൻ, അതൊരു ഒറ്റമുറി ആയാലും സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത് വളരെ സ്വപ്നമാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സന്തോഷം, നമുക്കെന്ന് പറയാനൊരു വീട്, അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു ഓരോ ദിവസവും. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഇല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു നട പോണിട്ടില്ലായിരുന്നു കേട്ടോ, തിട്ടലില്ലായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഫുള്ള്, ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് ഞാൻ ചെടി വെച്ചേക്കുമായിരുന്നു. ഇങ്ങനെ റൗണ്ട് ഫുള്ള് ചെടി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നത്, ഇവിടെ നല്ല രസം. ഈ പച്ച നെറ്റും ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ നിറച്ചും ഇങ്ങനെ ചെടിയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. കാര്യം വീട് ചെറിയൊരു വീടാണെങ്കിലും അതൊരു കൊട്ടാരമായിരുന്നു. ഇവിടെ ഇത്ര ഉള്ളതുണ്ടോ, ഇതാണ് ഇവിടുത്തെ തിണ്ണയായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട്, ഇത് കണ്ടോ. ഇവിടെ നമ്മളിപ്പോഴും ഇവിടെ തന്നെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്, ഇവിടെ തന്നെയാണ്, അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഒരു 3 വർഷത്തിന് മുമ്പ്, ഇതുണ്ടോ, 3 വർഷത്തിന് മുമ്പ് നമുക്ക് ഈ PMIY വീട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ പണിയൊക്കെ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശമൊക്കെ തീരാറായി കേട്ടോ, തീരാറായി. ഇനിയിപ്പോൾ അടുത്ത മാസം മാസത്തോടെ നമുക്ക് കയറണം എന്നൊരാഗ്രഹത്തിലാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, അടുത്ത മാസം നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റണേ. എത്ര നാളുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, അങ്ങോട്ടൊന്ന് കയറാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരിച്ചിരി പരിപാടിയുണ്ട്, അതും തീർത്തൊന്ന് അടുപ്പ് വിട്ട് പെയിൻറ്റ് അടിച്ചാൽ മതി. ബാക്കി പരിപാടിയെല്ലാം ഏകദേശമൊക്കെ തീർന്ന് കിടക്കും കേട്ടോ. അപ്പം പുതിയ വീട് ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, തൊട്ട് ചേർന്ന് തന്നെയാണ് ആ വീടും വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആ പുതിയ വീട് പിന്നെ കയർത്താമസത്തിന് കാണിക്കാം. അതുപോലെ ഇപ്പം നമ്മളിത് ഇവിടെ തന്നെയാണ് കഞ്ഞിയൊക്കെ വെക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു മാസമല്ല 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് മൊത്തം പൊളിച്ച് കളയുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്, അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഞാൻ എല്ലാ മാസവും നല്ല മണ്ണൊക്കെ തേച്ച് ചാണകമൊക്കെ ഇട്ട് മെഴുകി നല്ല സെറ്റപ്പാക്കി ഇടുന്ന സ്ഥലമായിരുന്നു. എന്നുവെച്ചാൽ അന്ന് നമ്മുടെ വീട് ഇതാണ്, നമ്മുടെ സ്വർഗ്ഗ വീടാണല്ലോ. അപ്പോൾ പിന്നെ അതിനത്രയും ഞാൻ സൂക്ഷിച്ചു കൊണ്ട് നടന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ 2-3 വർഷമായിട്ട് നമ്മുടെ വീട് പണി ഇടയൊക്കെ ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഒത്തിരി അങ്ങ് ശ്രദ്ധിക്കുന്നില്ല. കാരണം അതെന്താണോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഓട്ടവും കാര്യങ്ങളും എല്ലാം കൂടെയൊക്കെ ആയപ്പം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞൊരു
ഇവിടെ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. പാത്രമൊക്കെ കഴുകാനായിട്ട് അവിടെ ചെറിയൊരു തട്ട് പോലെ ഇവിടെ ഇതുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെക്കാവുന്ന പോലെ ഇത്. ഇതായിരുന്നു ഞങ്ങളുടെ മൊത്തത്തിലുള്ള വീട് ഉണ്ട്. പക്ഷേ ഭയങ്കര സന്തോഷം ഉള്ളൊരു വീടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആകാൻ പറ്റിയെങ്കിൽ, എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ആയോ എന്നൊരു ചോദ്യം ചോദിക്കുമായിരിക്കും. ഒന്നും ആയില്ല എങ്കിൽ പോലും നമ്മൾക്കെന്ന് പറഞ്ഞൊരു വീടൊക്കെ ആയിട്ട് ആദ്യമായിട്ട് കിട്ടിയതല്ലേ. അപ്പം പിന്നെ ഇത് സ്വർഗം അല്ലാണ്ടിരിക്കില്ലല്ലോ. ഇപ്പം പണിയുന്ന ഒത്തിരി വലിയ വീടൊന്നും അല്ല, ഒരു എത്ര 535 സ്ക്വയർ ഫീറ്റ്. നമ്മൾ ലോൺ വീട് വെക്കുമ്പോൾ അങ്ങനെ ഒത്തിരി വലുതാക്കി വെക്കരുതെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അന്ന്. പക്ഷേ 535 സ്ക്വയർ ഫീറ്റിലാട്ടോ ഇപ്പോൾ പണിയുന്ന വീട്. അതിപ്പോൾ എന്തായാലും അടുത്ത മാസത്തേക്ക് കയറാം. തുലാമാസം കഴിയുന്നതിനിപ്പുറം കയറണം എന്നൊരാഗ്രഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നിറച്ചിങ്ങനെ അവിടെ ഫുള്ള് ഇവിടെ ഇങ്ങനെ മൊത്തം ഈ ചേമ്പൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇത് നമ്മുടെ ഈ വീടിൻ്റെ മുറ്റമായിരുന്നു ഇത്. അപ്പം ഇവിടെ ഇങ്ങനെ ഫുള്ള് ചെടിയായിരുന്നു. ഇപ്പം പിന്നെ തൊട്ടിപ്പുറത്തേക്ക് വീട് വരുന്നത് കൊണ്ട് നമ്മൾ ആ മുറ്റം എല്ലാം മാറ്റി, കുറേയൊക്കെ മാറ്റി ചെയ്യുമ്പോൾ ഇതൊക്കെ ഇനി വേണ്ട. അവിടെ നിന്ന് അപ്പുറത്ത് കുറേ മണ്ണൊക്കെ എടുത്തിടേണ്ട വന്നു. അപ്പോൾ അവിടെ നിന്ന് ചേമ്പെല്ലാം കൂടെ പറിച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ട് വെച്ചതാട്ടോ. പിന്നെ അപ്പോൾ ഇന്ന് നമുക്ക് കടയിലെ വിശേഷങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്നാൽ പിന്നെ വീട്ടിലെ ഇച്ചിരി വിശേഷം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എഡിറ്റൊന്നും ചെയ്യാത്തൊരു വീഡിയോ കേട്ടോ. കാരണം ജസ്റ്റ് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. കാരണം അവിടെ അല്ല, ഡെയിലി എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വീഡിയോ ചെയ്തിട്ട് വീട്ടിൽ വന്നിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ ഭയങ്കര സൗണ്ടല്ലേ, അതുകൊണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ ഒന്ന് ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ അങ്ങ് ചെയ്തത്. ശരി, അപ്പം എല്ലാവരുടെയും വിശേഷങ്ങൾ പറയുക. എല്ലാവരും എന്നെ അടിച്ച് പൊളിച്ചോ ഞായറാഴ്ച ദിവസം? എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പോയോ? എല്ലാവരും പറയണം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോയെങ്കിൽ എല്ലാവരുടെയും വിശേഷം എന്നോട് പറയണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, എന്തായാലും നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിവതും ഞാൻ മെസ്സഞ്ചർ ഉപയോഗിക്കാതെ ശ്രമിക്കുകയാണ് ഇപ്പം. കാരണം മെസ്സഞ്ചറിൻ്റെ ആവശ്യമില്ല. മെസ്സഞ്ചറിൽ വന്ന് കമൻ്റ് ഇടുന്നവർ ആ കമൻ്റ് എനിക്ക് എൻ്റെ ഓരോ വീഡിയോയ്ക്കും ഇടുവാണെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക, അത്യാവശ്യം നല്ല കമൻറ്റുകൾ വരും. അങ്ങനെ ചെയ്യാൻ നോക്കുക. കാരണം ആരും മോശമല്ലെന്നേ, എല്ലാവരും നല്ലവർ തന്നെയാണ്. ആരും മോശമായിട്ടൊരു രീതിയിലൊന്നും അല്ല കമൻ്റ് ഇടുന്നത്. പക്ഷേ മെസ്സഞ്ചറും കൂടെ നമുക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെസ്സഞ്ചർ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എടുത്തു. നമുക്ക് മെസ്സഞ്ചർ വേണ്ട. മെസ്സേജ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടും, നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോടും പറയുന്നത് അത് നമ്മൾ ഇതിലൂടെ മതി, ഫോണിലത്. അപ്പോൾ എനിക്ക് അത്രയും കമൻറ്റും കൂടെ കൂടുതൽ വരികയില്ലേ. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അനുഗ്രഹമാണ്, അത്രയും കൂടുതൽ കമൻറ്റ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും വന്ന് എനിക്ക് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങൾ എന്നോട് പറയാം. വേറെന്താ, നിങ്ങൾ എനിക്കിടുന്ന വീഡിയോ ഞാൻ ഓരോരുത്തരും കയറി നോക്കാം കേട്ടോ. നിങ്ങളുടെ പ്രൊഫൈലിൽ ആരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടോ, എനിക്ക് എല്ലാവരുടെയും ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തേക്കാം, ലൈക്ക് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്നെ അറിയിക്കുക. എൻ്റെ വിശേഷങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നാളെ കാണാം. ഓക്കെ.